പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെ ഗംഗൈകൊണ്ട ചോളപുരം സന്ദർശിക്കും. ഈ മാസം 27-28 തീയതികളിലാണ് സന്ദർശനം. ചോള ചക്രവർത്തി രാജേന്ദ്ര ചോളൻ ഒന്നാമന്റെ ഏഷ്യയിലേക്കുള്ള ഐതിഹാസിക സമുദ്ര പര്യവേക്ഷണത്തിന്റെ സഹസ്രാബ്ദത്തോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. തമിഴ്നാട് അരിയല്ലൂർ ജില്ലയിലെ ഗംഗൈകൊണ്ട ചോളപുരത്ത് ഞായറാഴ്ച നടക്കുന്ന ആദ്യ തിരുവാതിര ഉത്സവത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ചടങ്ങിൽ ചോള ചക്രവർത്തി രാജേന്ദ്ര ഒന്നാമനെ ആദരിക്കുന്നതിന്റെ ഭാഗമായി നാണയം പുറത്തിറക്കും. ചോള വാസ്തുവിദ്യയുടെ മഹത്തായ ഉദാഹരണമാണ് ഗംഗൈകൊണ്ട ചോളപുരം ക്ഷേത്രം. ഈ ക്ഷേത്രം നിർമ്മിച്ചതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ആദ്യ തിരുവാതിര ഉത്സവം. യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള ബൃഹദീശ്വര ക്ഷേത്രത്തിലാണ് പരിപാടി. ദക്ഷിണ ഭാരതത്തിലെ നാട്ടുരാജ്യങ്ങളുമായി യുദ്ധം വിജയിച്ച ചക്രവർത്തി രാജേന്ദ്ര ചോളൻ ഗംഗാജലം ഉപയോഗിച്ച് പുതിയ തലസ്ഥാനം നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഇതിനായി ഉത്തരഭാരതത്തിലെ നാട്ടുരാജ്യങ്ങളെ പരാജയപ്പെടുത്തി പുണ്യഗംഗയിൽ നിന്ന് തീർത്ഥമെത്തിച്ച് സ്ഥാപിച്ച നഗരം പിന്നീട് ഗംഗൈകൊണ്ട ചോളപുരമായി. ക്ഷേത്രത്തിൽ പരമശിവനാണ് പ്രതിഷ്ഠ. ഒറ്റക്കല്ലിൽ നിർമ്മിച്ച ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ ശിവലിംഗമാണ് ക്ഷേത്രത്തിലുള്ളത്. 13 അടി ഉയരവും 59 അടി ചുറ്റളവുമുണ്ട് ശിവലിംഗത്തിന്. ചോള കാലഘട്ടത്തിലെ പൈതൃകം പ്രകടമാക്കുന്ന ക്ഷേത്രത്തിലെ കലാസൃഷ്ടികളും ശില്പങ്ങളും പേരുകേട്ടതാണ്. ചോള രാജാക്കന്മാർ യുദ്ധവിജയങ്ങൾ ആഘോഷിച്ചിരുന്നത് ശിവക്ഷേത്രങ്ങൾ നിർമ്മിച്ചുകൊണ്ടായിരുന്നു. അത്തരത്തിൽ ചക്രവർത്തി രാജേന്ദ്ര ചോളൻ ഒന്നാമന്റെ ഗംഗാപ്രദേശം കീഴടക്കിയതിന്റെ ആഘോഷത്തിലാണ് ഗംഗൈകൊണ്ട ചോളപുരത്ത് ശിവക്ഷേത്രം നിർമ്മിച്ചത്. ന്യൂസ് ഡെസ്ക് ജനം.